ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു തിരക്ക് പിടിച്ച ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് ഓൾമോസ്റ്റ് നമ്മുടെ ഏകദേശം ഫുള്ളൊരു ഡേയുടെ മുക്കാൽ ഭാഗവും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തിരക്കുകളൊക്കെ നിങ്ങളോടൊന്ന് കാണണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കിപ്പോൾ തയ്ക്കാനുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചപ്പാത്തി ആയിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കിയിട്ടിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഇതുപോലെ ഒരു സ്പൂണോ 1.5 സ്പൂണൊക്കെ ആയിട്ടുള്ള പഞ്ഞിപ്പുല്ലും കൂടി ഇട്ട് നമ്മളൊന്ന് കാച്ചി വെച്ചിട്ടുണ്ട്. ഇതിൽ ഉപ്പും മധുരം ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ ചപ്പാത്തി എല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ചുട്ടെടുക്കാവേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ പഞ്ഞിപ്പുല്ലൊന്ന് ആറി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം അതും കൂടി ഒന്ന് കഴിക്കാവേ. അപ്പം രാവിലെ തന്നെ ഞാനിതിന് ഉപ്പും മധുരമൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഴവും ചേർത്തിട്ടാണ് അത് കഴിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ പ്രായമൊക്കെ കൂടി വരുവാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നമ്മുടെ ശരീരം കൂടെ നോക്കാം. അപ്പം അതിന് ഞാൻ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ പഞ്ഞിപ്പുല്ലിൻ്റെ പരിപാടിയെ. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇന്ന് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അതാണ് പ്രായം കൂടി വരുവാണെന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി ഇത് കഴിച്ചതിന് ശേഷം ബാക്കി പരിപാടികളിലോട്ടൊക്കെ പോകാവേ. അപ്പോൾ ഇത് ഇച്ചിരി നേരത്തെയാണ് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചിരി കഴിയുമ്പോഴല്ലേ നമ്മൾ ലേറ്റായിട്ടല്ലേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതൊക്കെ നമുക്കൊന്ന് അകത്താക്കിയിട്ടിരിക്കാമെന്ന് വിചാരിച്ചേ. ഇച്ചിരി പ്രയാസപ്പെട്ടിട്ടാണെങ്കിൽ ഞാൻ കുറച്ച് നേരം കൊണ്ട് തന്നെ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ എളുപ്പം തന്നെ അത് കഴിച്ച് തീർത്തേ. പിന്നെ നമ്മൾ ആ ചപ്പാത്തി ചുട്ട ആ ഒരു കല്ലിലോട്ട് തന്നെ നമ്മുടെ ആ ഒരു മുട്ടയൊന്ന് പൊരിച്ചെടുക്കാൻ പോവാണേ. അപ്പം മോന് ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മുട്ട പൊരിച്ചെടുക്കുന്നത്. ഇതിൻ്റെ ഷേപ്പൊന്നും കണ്ടിട്ട് നിങ്ങൾ നോക്കണ്ട, ഇതൊക്കെ അങ്ങനെയൊക്കെയാണ് കൊടുത്തു വിടുന്നത്. പിന്നെ അവൻ പരാതി പറയാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നുണ്ടേ. ഏതായാലും നമുക്കതൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു മോര് കാച്ചിയത് അത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതൊക്കെ അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ശരിയാക്കി വെക്കുന്നത്. പിന്നെ നമ്മൾ അവർക്ക് സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ബിസ്ക്കറ്റാണ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇത് ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റായിരുന്നു, അതൊക്കെ ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചോറൊന്ന് നമുക്കൊന്ന് അടിവശം ഒന്ന് ണ്ടായിരുന്നു. പിന്നെ നമുക്ക് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ അതും നമ്മളിതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് മെഴുക്ക് വരട്ടാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ ഞാൻ വളരെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് തന്നെ ചെയ്ത് തീർക്കുന്നുണ്ട്. പിന്നെ എത്ര ഫാസ്റ്റാന്ന് പറഞ്ഞാലും നമ്മൾ ആ ഒരു സ്കൂളിൽ വിടുന്ന സമയമാകുമ്പോഴത്തേക്കും അവരോട് കുറേ നേരം വായിട്ടരച്ചെങ്കിൽ മാത്രമേ അവരൊക്കെ ഒന്ന് സ്കൂളിൽ പോകാൻ എഴുന്നേറ്റൊക്കെ ഒന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരത്തുള്ളൂ കേട്ടോ. ഭയങ്കര പാടാണ്. രാവിലെ ഭയങ്കര ബഹളമായിരിക്കും, അലമ്പുമായിരിക്കും മിക്കവാറും ദിവസങ്ങളിൽ. അപ്പം ഇതൊക്കെ ഞാനിവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതെല്ലാം ചെയ്തു വരുമ്പോഴത്തേക്ക് കറക്റ്റ് ആ ഒരു അവനെ വിടാനുള്ള സമയവും ആവുമേ. അപ്പോൾ ഇനി നമുക്ക് ആ ചോറൊക്കെ ഒന്ന് വിളമ്പിയെടുക്കാം. ഞാനിതുപോലെ ആ ടിഫിൻ ബോക്സിനകത്തോട്ട് അതൊക്കെ ഒന്ന് വിളമ്പിയെടുക്കുന്നുണ്ട്. പിന്നെ മുട്ട പൊരിച്ചത് നമ്മൾ വെച്ച് കൊടുത്തു. പിന്നെ ഇതുപോലെ ഒരു മിൽമാടെ നമ്മുടെ ആ ഒരു നെയ്യ് വാങ്ങിയതിൻ്റെ ചെറിയ കുപ്പി ഉണ്ടല്ലോ, ആ ഒരു ബോട്ടിലാണ് ഞാനിതുപോലെ ആ ഒരു മോരൊഴിച്ച് വെച്ചത്. ഇനി നമുക്ക് ആ വെണ്ടയ്ക്കായുടെ മെഴുക്കുവരട്ടി വേവുമ്പോൾ അതും കൂടി വെച്ച് കൊടുത്താൽ അവൻ്റെ ലഞ്ച് ബോക്സ് സെറ്റായി. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് കൊണ്ടുപോയ അവൻ്റെ വാട്ടർ ബോട്ടിൽ സ്കൂളിൽ വെച്ച് മറന്നിട്ടാണ് വന്നത്. അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ ആ ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലാണ് ഞാൻ ഒഴിച്ചു വെച്ചേക്കുന്നത്. പിന്നെ അവനുള്ള വെള്ളവും ചൂടാക്കാൻ വെച്ച് കുളിക്കാനുള്ളത്. പിന്നെ നമ്മൾ തേക്കാൻ വേണ്ടിയിട്ടാണ് പോയത്, യൂണിഫോം തേച്ച് എടുക്കുവാണ്. ഇതൊക്കെ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് ചെയ്യുന്നതാണ്. സത്യത്തിൽ ഈ വീഡിയോ കണ്ടപ്പോഴാണ് നമുക്ക് തന്നെ നമ്മൾ എന്തുമേ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയുന്നത്. ആ തിരക്കിൻ്റെ ഇടയ്ക്ക് എത്ര സമയം കിട്ടിയാലും നമുക്ക് മുഴുക്കത്തില്ല. രാവിലത്തെ എത്ര സമയം കിട്ടിയാലും മുഴുക്കത്തില്ല. എത്ര നേരത്തെ എഴുന്നേറ്റാലും നമുക്ക് ആ ഒരു സമയവും തികയത്തില്ലേ. അപ്പോൾ ആൾ കിടന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഒരു നമ്മൾ ഹോംവർക്കല്ല, നമ്മുടെ ടൈം ടേബിൾ വയ്ക്കണം. അപ്പോൾ ഞാൻ അവൻ എഴുന്നേൽക്കുന്ന ആ ഒരു ടൈമിലേക്ക് അതും കൂടി നോക്കി വയ്ക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ അവൻ്റെ പുസ്തകങ്ങളൊക്കെ പറക്കി വെച്ചേക്കുവാണ്. ഇപ്പോൾ ഏതായാലും എൻ്റെ ചെറുപ്പത്തിൽ പോലും ഞാൻ എൻ്റെ ടൈം ടേബിൾ പോലും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് മക്കളായപ്പോഴാണ് നമ്മുടെ മാതാപിതാക്കളൊക്കെ അനുഭവിച്ച വേദന മനസ്സിലാവുന്നത്. അപ്പോൾ അവരുടെ പുസ്തകമെല്ലാം നമ്മുടെതെല്ലാം അവരല്ലേ എടുത്ത് വെച്ചത്. അപ്പോൾ അന്ന് അവരും ഇതുപോലെ ബുദ്ധിമുട്ടി കാണുമല്ലേ എന്തുമാത്രം. അങ്ങനെ ടൈം ടേബിളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനിയിപ്പം അവനെ വിളിക്കണമേ.
അപ്പോൾ ഇപ്പം തന്നെ ടൈം ഒത്തിരി ആയിട്ടുണ്ട്. വായിട്ടല്ല ചലച്ചലച്ച് എൻ്റെ തൊണ്ട വയ്യ സത്യം പറഞ്ഞാൽ രാവിലത്തെ ഈ ഈ കാര്യങ്ങളിലൊക്കെ. ആളിനെ വിളിക്കുന്നതാണ് ഏറ്റവും നമുക്ക് ജോലിയായിട്ടുള്ള കാര്യമേ. എഴുന്നേറ്റ് വരാൻ ഭയങ്കര പ്രയാസമാണ്. പിന്നെ ദാ എല്ലാം ബാഗിനകത്ത് എല്ലാം പറക്കി വെച്ചിട്ട് ഇനി ഞാൻ അവനെ വിളിക്കുവാണേ. അപ്പോൾ അവൻ പറയുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക് എന്താ എഴുന്നേക്കാൻ വയ്യ, മടിച്ച് തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടക്കുവാണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾ പെട്ടെന്ന് അവിടുന്ന് എഴുന്നേറ്റ് നോക്കുവാണ്. ഇനി ഈ ഫോണിനകത്ത് ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ സത്യമാണെന്ന് അറിയാൻ വേണ്ടി അവിടെ വന്ന് നോക്കുവാണ് ആളെ. പിന്നെ ആളിനെ കുളിപ്പിച്ച് ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ പറ്റിയില്ല എനിക്ക് ആ പോകുന്ന തിരക്കിൻ്റെ ഇടയ്ക്ക്. ഇന്ന് കുറച്ച് അല്പം താമസിച്ചു പോയി. 9:30 ആയില്ല, 9:15 കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൊണ്ടുവിട്ടിട്ട് വന്നത്. എല്ലാ ദിവസവും കൊണ്ടുവിടാൻ പോകുമ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഉടുപ്പിൻ്റെ പുറത്തേക്ക് ആ ഒരു പർദ്ദ, ഇന്നാൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഇതിൽ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പർദ്ദ എടുത്തിട്ടാണ് കൊണ്ടുവിട്ടിട്ട് വരുന്നത്. അപ്പോൾ അതാ ഇക്ക കഴിച്ചിട്ട് പോയ പ്ലേറ്റും കറിയുടെ പാത്രമൊക്കെ അവിടെ മേശപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ രണ്ടുപേരും പോകുന്ന ഏകദേശം ഒരേ ടൈമിലാണ്. മോനെ ഞാൻ കൊണ്ടുവിടും, പുള്ളിക്കാരൻ കടയിലേക്ക് പോകുവേ. അപ്പോൾ അതെല്ലാം ഞാൻ കൊണ്ടുവച്ചു. പിന്നെ നമ്മുടെ സോഫ കഴിഞ്ഞ ദിവസം ഇവിടെ ഇരുന്ന് അവിടെ എല്ലാം അഴുക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മിഠായി കവറും അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒക്കെ ഒന്ന് എടുത്ത് മാറ്റി ഒന്ന് വൃത്തിയാക്കി എടുക്കുവാണേ. പിന്നെ കഥപുസ്തകവും അതും ഇതും എല്ലാം അവിടെ തന്നെ നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കളിപ്പാട്ടങ്ങളും എല്ലാം ഇവിടെ ഹാളിൽ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ കളിക്കുന്നത്. ഇപ്പോൾ ടി വി ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഹാള് വിട്ടിട്ട് പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകത്തില്ലേ. അതെല്ലാം ഒന്ന് പറക്കി ഒതുക്കിയെടുത്തേ. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ കൈ ഒഴിഞ്ഞിട്ട് വേണം ഇവിടെയൊക്കെ ഒന്ന് തൂക്കാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പായിട്ട് എന്തായാലും ആ നിരന്ന് കിടക്കുന്നതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ച് അതെല്ലാം മാറ്റി വെച്ചേ. പിന്നെ ഇതാ നമ്മളിനി കഴിക്കാനിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ടാണ് ഞാനിപ്പോൾ ചപ്പാത്തി കഴിക്കാൻ പോകുന്നത്. പിന്നെ അവൻ കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു അമർ ചിത്രാതയാണ് ഇത്. അപ്പം ഇത് രാവിലെ അവന് സ്കൂളിൽ പോകുന്ന ടൈമിൽ ഞാൻ ഒന്ന് വായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഫുള്ള് വായിക്കാൻ പറ്റിയില്ല, ഒരു പകുതി ഭാഗമേ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ ബാക്കി ആ കഴിക്കാനിരുന്ന സമയത്ത് ഫുള്ളായിട്ട് ആ ബുക്ക് വായിച്ച് തീർത്തേ. ഇത് വേറെ ആരുടെയും അമർ ചിത്രാതയല്ല, നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റിങ് നമുക്ക് തോന്നി, വായിച്ചപ്പോൾ നല്ല രസമുണ്ട്. അങ്ങനെ അത് ഫുള്ള് വായിച്ച് തീർത്തു. പിന്നെ ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു കഥയും ഉണ്ടായിരുന്നേ. അപ്പോൾ 2 പുസ്തകമാണ് അവൻ സ്കൂളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം വായിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ ഇതുപോലെ അകത്തേക്ക് പോയി. അടുക്കളയിൽ പോയിട്ട് ഇനി അടുത്ത ബാക്കി ജോലികളാണ്. ഇനി അടുക്കള ഒതുക്കണം. കുറേ പാത്രം നിരന്ന് അവിടെ രാവിലത്തത് കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുവാണ്. ഇതിനി കഴുകി വെച്ചിട്ട് വേണം നമുക്ക് അടുത്ത മീൻ വെട്ടാനായിട്ട് പോയിരിക്കാം. ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് സീഡിയും അതേപോലെ തന്നെ സീഡിയും, എല്ലാ സ്ഥലത്തും സീഡി എന്നാണോ പറയുന്നത് എനിക്കറിയില്ല, പിന്നെ ചൂടയുമായിരുന്നേ. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് തലേദിവസത്തെ ചട്ടിയാണ്. അതിനകത്ത് നെയ്മത്തിയായിരുന്നു നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കറി വെച്ചതിൻ്റെ 2-3 പീസ് അതിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കഴിക്കുമായിരുന്നേ. അത് കഴിച്ചിട്ട് ഞാൻ ഒരു കറി ബാലൻസ് ഇരുന്ന ഇച്ചിരി കറി ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകിയിട്ട് നമ്മളിനി ആ ഒരു ചട്ടിയിലേക്കാണ് മീൻ വെട്ടാനായിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ നിങ്ങൾ പുറത്ത് പോകാമെന്ന് വിചാരിക്കരുത്. ഞാനിവിടെ പുറത്തിരുന്ന് മീൻ വെട്ടാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ആ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഇനി നമുക്ക് ആ മീനൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആ സിങ്കിൻ്റെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുവാണേ. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു മീൻ കൊണ്ടുവന്നങ്ങ് കഴുകി അടുപ്പയിലോട്ട് വെച്ചാൽ മതിയല്ലോ, സിങ്കെല്ലാം വൃത്തിയായിട്ടിരിക്കുകയാണെങ്കിൽ. അപ്പോൾ അതാ നമ്മുടെ മീനിൻ്റെ വെട്ടാനുള്ള ആയുധങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ വെട്ടിക്കൊണ്ട് വന്നിട്ട് സീഡി നമ്മൾ മുളക് കറി വെച്ചു. പിന്നെ നമ്മുടെ ചൂട കുറച്ച് നമ്മൾ അരപ്പ് പുരട്ടി പൊരിക്കാനായിട്ട് വെച്ച്. പിന്നെ നമ്മൾ കുറച്ച് ചൂട എടുത്തിട്ട് തേങ്ങ ഒക്കെ ഒന്ന് അരപ്പൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ട് പീര വറ്റിക്കാൻ വേണ്ടിയാണ്. എല്ലായിടത്തും ഇങ്ങനെയൊക്കെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ പീര വറ്റിക്കുന്നതെന്ന് പറയും. തേങ്ങ ഇങ്ങനെ ഒന്ന് പറ്റിച്ച് വെക്കുന്നതിനാണ് പറയുന്നത്. അപ്പോൾ ദാ എല്ലാ അരപ്പുകളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും അതിനകത്തേക്ക് ചേർത്ത് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. അത് നികന്ന് നിൽക്കത്തക്ക രീതിയിലൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പം. അത് ഈ ചൂട മീൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പം, ചെറിയ മീനായതുകൊണ്ട് തന്നെ. അപ്പോൾ അതാ ഒന്ന് പറ്റിച്ചെടുക്കുക. തേങ്ങയ്ക്ക് വേണ്ടിയിട്ട്
പിന്നെ ബാക്കി ഇനി മീൻ വെട്ടിയ പാത്രങ്ങളൊക്കെ ഒന്ന് നമുക്ക് കഴുകിയെടുക്കാവേ. പിന്നെ അത് കൂടാതെ കുറേ കുപ്പികൾ കഴുകാനുണ്ടായിരുന്നേ. അപ്പം ഞാൻ അടുക്കളയിൽ ഇരുന്ന് കുറേ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ ഇട്ട് വെച്ചിരുന്നതും കുറേ അങ്ങനത്തെ അലുക്കുലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരുന്ന കുറേ കുപ്പികളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ നിരത്തി പിടിച്ച് കഴുകി വെക്കുവാണേ. ഇതൊക്കെ വെളിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് വെയിൽ ഒളിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് ചൂടായി കിട്ടുമല്ലോ, ഒന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നിന്ന ഒരു നിപ്പിൽ നമുക്ക് ആ ഒരു മൂഡിലങ്ങ് ചെയ്തു പോയതെല്ലാം. പിന്നീട് നമ്മൾ ആ സിങ്കും ഒന്ന് കഴുകിയപ്പോഴത്തേക്ക് നമ്മുടെ അത്യാവശ്യം മെയിൻ പരിപാടികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയിൽ. എങ്കിലും ഇനിയും ജോലികൾ കിടക്കുവാണ്. ഇനി കഴുകി വെച്ച കുപ്പികളുടെ ഊഴമായിരുന്നേ. ഇനി ഇവരെല്ലാം കൊണ്ടുപോയി ഈ വെള്ളമൊക്കെ കമത്തിയിട്ട് വെളിയിൽ കൊണ്ടുപോയി ഇനി അടുക്കി വെക്കണമേ. ഇനി ഇത് പിറക്കി എടുക്കുന്നതും തിരിച്ചെടുത്ത് വെക്കുന്നതും ഒക്കെ ഒരു ജോലിപ്പാടാണ്. കറക്റ്റ് സമയത്ത് ഇനി ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ എടുത്ത് തിരിച്ചിതുപോലെ തന്നെ അകത്ത് കൊണ്ടുവന്ന് വെക്കണമല്ലോ. അപ്പോൾ ഇവരെ എല്ലാമായിട്ട് ഞാൻ വെളിയിലോട്ട് പോയിട്ടുണ്ട്. ഇനി അവരെ എല്ലാം അവിടെ വെച്ചിട്ട് നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പീര പറ്റിച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കി ഒന്ന് വെക്കുന്നുണ്ട്. വെന്തോന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് തിരിച്ച് അതുപോലെ തന്നെ കുറച്ച് നേരം കൊണ്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ ആ കിച്ചൻ്റെ ആ ഒരു വാളൊക്കെ നമ്മളൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുവാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വേസ്റ്റൊക്കെ ഇടുന്ന ആ ഒരു ഇതുണ്ട്, ബക്കറ്റുണ്ട്. ആ ബക്കറ്റൊക്കെ വേസ്റ്റൊക്കെ കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി നമുക്ക് സൈഡിലോട്ടൊക്കെ നീക്കി വയ്ക്കാം. അങ്ങനെ നമ്മുടെ പീര പറ്റിച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങോട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു മീനും കൂടെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ചമാർ പടാറെല്ലാം പൊട്ടി തെറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചെന്ന് എന്തായാലും ആ ഒരു പൊരിഞ്ഞ മീനുകളൊക്കെ എടുത്ത് മാറ്റി. ഇനി അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊട്ടിത്തെറി ഒഴിവാക്കാനായിട്ട് അടച്ചും കൂടി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നേരെ പോയത് മുകളിലേക്കാണ്. റോക്കറ്റ് വിട്ടതുപോലെയാണ് ഞാൻ മുകളിലേക്ക് പോയത് കേട്ടോ. കുറേ ദിവസം അവിടെയൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് അങ്ങനെ എന്നപ്പോൾ ഇഷ്ടം പോലെ വേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ഇനി കവറിൽ കയറ്റണം. അങ്ങനെ മിഷീൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഇന്ന് ഞാനൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതുപോലെ ആ പറുകോളയുടെ സൈഡെല്ലാം ഞാനൊന്ന് അടുക്കി പറക്കി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആ ഒരു ചെറിയ മിഷീൻ അവിടെ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നേ. അതും ഞാനൊന്ന് ഊരി അതിൻ്റെ വയറൊക്കെ വെക്കേണ്ട സ്ഥാനത്ത് വെച്ചു. പിന്നെ മിഷീനും ഞാനെടുത്ത് ആ ഒരു തട്ടിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ഈ ഒരു മെയിൻ മിഷീൻ നമ്മളൊന്ന് തൂത്ത് വൃത്തിയാക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ട്രാജഡി സംഭവിച്ച് എൻ്റെ നൂല് വെട്ടി താഴെ വീണിട്ടുണ്ടായിരുന്നേ. ഇനി ഇതെല്ലാം അടുക്കി പറക്കി വെക്കണമേ. അത് തന്നെ ഒരു ടാസ്ക് ആയിരുന്നേ. പണിയുടെ പുറത്ത് പണിയെന്ന് പറഞ്ഞതുപോലെ തീരുമ്പോൾ പണി കിട്ടുകയായിരുന്നേ. അപ്പോൾ ഈ ഒരു പണി ഒതുക്കിയിട്ട് എങ്ങനെയെങ്കിലും താഴോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അടുത്തൊരു പണി കിട്ടിയതാണ് ഈ നൂലുവെട്ടി താഴെ വീണത്. അത് തിരിച്ച് ഇറക്കി വെക്കുന്നത് തയ്യൽക്കാർക്കൊക്കെ അറിയാമായിരിക്കും എന്തോരം പാടാണെന്നുള്ളത്. ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും ഞാൻ തന്നെ അടുക്കിപ്പറക്കി വെക്കണം. അങ്ങനെ വീണ്ടും ഞാനത് അടുക്കിപ്പറക്കി വെച്ചിട്ട് അത് ഞാൻ മിഷീൻ്റെ ആ അരികത്ത് വയ്ക്കാതെ ഇച്ചിരിയുടെ ശകലോടെ അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ഈ മിഷീൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ആ ഒരു അവിടെ നിന്ന് നമുക്ക് എടുത്തു മാറ്റുന്ന സൗകര്യത്തിനായിട്ട് ഒരു റോൾ ചെയ്യുന്ന ആ ഒരു വീല് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ, റോളിംഗ് വീല്. അപ്പോൾ അത് പിടിപ്പിച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ഈ മിഷീൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റുന്നത് വളരെ എളുപ്പത്തിലുള്ള പരിപാടിയാണ്. തള്ളി നീക്കി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അത് ഈ ഒരു വീല് പിടിപ്പിച്ചത് കൊണ്ടാണ്. ഞാനിത് ഇൻസ്റ്റാഗ്രാമിനകത്തൊരു ചാനലിൽ ഇങ്ങനെ റീൽസ് കണ്ടപ്പം ഇതുപോലെ റോളിംഗ് വീല് പിടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീല് വാങ്ങി ഇതിനകത്ത് ഫിറ്റ് ചെയ്തത്. പക്ഷേ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കതുകൊണ്ട് സിമ്പിളായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം വലിച്ച് നീക്കുകയും കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യാവേ. പിന്നെ അത് നമുക്ക് വേണമെങ്കിൽ അവിടെ ഇങ്ങനെ ബ്രേക്ക് ഇട്ടതുപോലെ ഇരുത്താൻ പറ്റുമേ. അതിനവിടെ ഒരു സ്റ്റോപ്പർ പോലത്തെ സംഭവമുണ്ട്. അതിങ്ങനെ വെച്ച് കൊടുത്താൽ പിന്നെ അത് അവിടെ അനങ്ങത്തില്ലേ. പിന്നെ നമ്മളിങ്ങനെ എല്ലാം തൂത്ത് വൃത്തിയാക്കി 2 കവറിനകത്താക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ആ വേസ്റ്റ് തുണിയല്ല ഇനി താഴെ കൊണ്ടുവന്ന് കത്തിച്ച് കളയണമേ. പിന്നെ നമ്മുടെ ആ ഒരു മെഷീനൊക്കെ നമ്മൾ പഴയതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് താഴേക്ക് പോകാൻ പോവാണേ. താഴോട്ട് പോകാൻ അതിന് മുമ്പായിട്ട് തന്നെ ഇനി ഈ സ്റ്റെയറും കൂടി നമുക്കൊന്ന് തൂത്ത് വേണം താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഈ പോകുന്ന പോക്കിൽ ഞാൻ താഴെ ആ ഒരു ഹാളും അടുക്കള എല്ലാം തൂത്തിട്ട് ഇനി തിരിച്ച് ഞാൻ മുകളിലേക്ക് കയറി വരത്തുള്ളേ. അല്ലെങ്കിൽ ഞാൻ ഓരോ ഐറ്റം കൊണ്ടുപോകാനായിട്ട് ഒരു 3-4 പ്രാവശ്യമെങ്കിലും കയറി വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ചൂല് എൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പം ഇനിയിപ്പോൾ ആ പോകുന്ന പോക്കിൽ നമുക്ക് താഴെ എല്ലാം തൂത്തിട്ട് ഇനി തിരിച്ച് കയറി വരാവേ. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ താഴേക്ക്
ചൂലുമൊക്കെ ആയിട്ട് തൂത്ത് അങ്ങ് പോണത്. ഇതൊക്കെ കുറേ സമയമെടുത്ത് ചെയ്ത കാര്യങ്ങളാണ്. ഇതെല്ലാം ഇതിൽ വരുമ്പോഴത്തേക്ക് ഫാസ്റ്റായിട്ടാണ് വരുന്നത്. പിന്നെ ഈ കവറും കൊണ്ട് എപ്പോൾ ഇങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നത് ആദ്യം ഓർമ്മ വരുന്ന ഡയലോഗ് ബൈ ദ ബൈ ഞാൻ പോകുന്നു, ആ ഒരു ഡയലോഗാണ്. അപ്പോൾ ഇത് വേറൊന്നിനുമല്ല താഴേക്ക് കൊണ്ടുവന്നത്, നമ്മൾ കത്തിക്കാൻ വേണ്ടിയാണ് വെളിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ അപ്പം മഴ ചാറുന്നു. അത് കണ്ടപ്പോൾ ഞാൻ തിരിച്ച് ആ ഒരു സംഭവം തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവച്ചു. ഇനി ആ വെയിലുള്ള സമയത്ത് നമുക്കത് കത്തിക്കാം. പിന്നെ അവിടെ നമ്മൾ നിരത്തി വെച്ചിരുന്ന കുപ്പിയിൽ വെള്ളം തെറിക്കുന്നുണ്ട്, അതും കൂടി എടുത്തുനിന്ന് അകത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ദാ നമുക്ക് വേണ്ടി അകത്ത് കുറേ തുണികൾ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പം മടക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് ആരോ പറഞ്ഞതുപോലെ പുറകിന് പണിയോട് പണിയാണ്, എങ്ങോട്ട് നോക്കിയാലും ജോലിയാണ്. അപ്പം അതിൻ്റെ കുപ്പിയിൽ നിന്നിറങ്ങിയ ഭൂതത്തിനെ പോലെയാണ് നമുക്ക് അടിക്കടി പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തീർന്നു വരുമ്പോൾ ഏകദേശം ഒരു 2 മണിക്ക് അടുത്തൊക്കെ ആവുമേ. മിക്കവാറും ഇത് തീർന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും കിടക്കാം എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മൾ വരുന്നത്. പക്ഷേങ്കിൽ തീർന്നൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും ഒരു 1 മണി 2 മണിയൊക്കെ ആവും. ഫുഡൊക്കെ കഴിച്ച് പിന്നെ നിസ്കരിക്കുകയൊക്കെ ചെയ്തിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും ഒരു 2 മണിയൊക്കെ ആവുമേ. അപ്പോൾ ഇതാ ഞാൻ തുണിയൊക്കെ മടക്കി എല്ലാം അതാത് സെക്ഷനിലെല്ലാം കൊണ്ടുവച്ചിട്ട് വരാമേ എന്ന ആ ഒരു ഇതിലോടുകൂടിയാണ് ഞാൻ അങ്ങോട്ട് പോയത്. പിന്നെ ദാ ആ സമയത്തേക്ക് മഴ അല്പം കൂടി കടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം കുറച്ചും കൂടി നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി. ഇതാ മഴവെള്ളം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ കാണിച്ചു തരുന്നത്. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ്, കുളിയും കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ ആ കറികളൊക്കെ കൂട്ടി ആ ഒരു ഫുഡ് കഴിക്കുമായിരുന്നു. പിന്നെ ഇനി ഇത് കഴിച്ചിട്ട് ഒരു അരമണിക്കൂർ പോലും ഇല്ല ഒന്ന് കിടക്കാൻ. കിടന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് മോനെ വിളിക്കാൻ പോകുന്ന സമയമാവും. അപ്പോൾ എൻ്റെ തിരക്ക് പിടിച്ച ദിവസം ഇങ്ങനെ